ഒന്ന് മുഹറം 10 ബന്ധപ്പെട്ടാണ്. എന്നാണ് 9, 10 നോമ്പ് നോൽക്കേണ്ടത്? വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്നാണ്. മുഹറം 9, 10 പ്രാവശ്യം മാസപ്പിഴ അടിസ്ഥാനത്തിൽ വ്യാഴം വെള്ളിയാണ്. വ്യാഴം 9, 10 വെള്ളി. അപ്പം സുന്നത്ത് 9, 10 നോൽക്കാം, അല്ലെങ്കിൽ 10 വരുന്ന നോൽക്കാം. അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. 10 മാത്രമാണ് യഹൂദികൾ നോറ്റിരുന്നത്. അപ്പം അവരുമായി എതിരാവാൻ നടക്കുന്ന നബി തങ്ങൾ അവസാനം പറഞ്ഞു. നബി ആദ്യകാലത്ത് നബി 10 നോറ്റു. നബി മക്കത്ത് നോമ്പ് നോറ്റു. മദീനത്ത് വന്നപ്പോൾ ആ നോമ്പ് നോറ്റു. അന്നൊക്കെ മക്കത്ത് മുസ്ലിങ്ങൾ നോറ്റിരുന്നു, അന്ന് നബി നോൽക്കലുണ്ട്. മദീനത്തെ യഹൂദികൾ നോറ്റിരുന്നു, അവിടെ വന്നപ്പോൾ നബി നോൽക്കലുണ്ട്. പിന്നെ അവസാനത്തെ വർഷം നബി തങ്ങൾ പറഞ്ഞു അവരുമായി ആദ്യകാലത്ത് അവരുമായി എതിരാവാന്നുള്ളത് നിയമമാക്കപ്പെട്ടിട്ടില്ല. നബി തങ്ങളുടെ ചില ആളുകൾ ആക്ഷേപിക്കലുണ്ട്. കാരണം നബി മക്കത്ത് നോറ്റു പറയാം, മദീനത്ത് യഹൂദികൾ നോറ്റു പറയാം, പിന്നെ ഞാൻ അടുത്തുണ്ടെങ്കിൽ ഞാൻ 9 നോൽക്കുന്നു പറയാം. അപ്പം നബി എന്താ പിന്നെ തൊഴിലുണ്ടായിട്ടില്ലേ, 10 നബി നോറ്റിട്ടില്ലേ എന്ന് ചോദിക്കലുണ്ട്. ആദ്യകാലത്ത് യഹൂദികളുമായി നസാക്കളുമായി എതിരാവുക എന്നുള്ളത് പ്രത്യേകം കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നബിക്ക് അന്ന് ഇഷ്ടമായിരുന്നു അവരുമായി യോജിക്കൽ. വിലക്കപ്പെടാത്ത കാര്യങ്ങളിൽ അങ്ങനെ ഒരു അഹ്ലി കിതാബാണല്ലോ, തൗറാത്തിന്റെ ആളുകൾ, ഇഞ്ചിയിലെ ആളുകൾ. അവിടെ വിലക്കപ്പെടാത്ത കാര്യങ്ങളിൽ അവരെ രീതി സ്വീകരിക്കാൻ നബിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെയാണ് അള്ളാഹ് പറഞ്ഞത് അവരുമായി എതിരാവണം. അതിനുശേഷമാണ് എതിരാവുക എന്നുള്ള ഒരു ഹുക്മ വന്നത്. അപ്പം നബി തങ്ങൾ പറഞ്ഞു അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാൻ 9 കൂടി നോൽക്കും. ഷാഖുദ് നബി ഉണ്ടായില്ല. അതായത് ഒരു അസ്ലി. ചില ആളുകൾ വലിയ വസ്വാസനാക്കലുണ്ട്. നമുക്ക് പരിചയം കുറേ ആളുകളുണ്ട് ഈ നോമ്പിനെ നോൽക്കാത്ത മനുഷ്യന്മാരുണ്ട്. ഈ ഹദീസ് ശരിയല്ല എന്നറിയും. അടുത്തൊരു ഞാനുണ്ടെങ്കിൽ 9 നോൽക്കുമായിരുന്നു നബി പറഞ്ഞു. എന്നാൽ അപ്പുറത്തെ ഹദീസിലോ നബി മക്കത്തിനെ നോറ്റെന്നും പറഞ്ഞു. അപ്പോൾ അത് വൈരുദ്ധ്യല്ലേ എന്നാണ്. അപ്പം അന്ന് നബി അവരോട് എതിരാവാന്നുള്ളതില്ല, അന്ന് അവരോട് യോജിക്കാൻ നബിക്ക് ഇഷ്ടം. പിന്നെയാണ് എതിരാവുക എന്ന ഹുക്കം വന്നത്. അപ്പം എല്ലാത്തിനും എതിരായി. അതാണ് പിന്നുണ്ടായത്. അപ്പോൾ അത് 9, 10 നോൽക്കാം, അല്ലെങ്കിൽ 10, 11 നോൽക്കാം. അപ്പോൾ അത് പ്രാവശ്യം വ്യാഴം വെള്ളി അല്ലെങ്കിൽ വെള്ളി ശനി. ഇനി ഒരാൾ 10 മാത്രം നോൽക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല. 10ആണ് നബി കൊടുക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച മാത്രം നോമ്പ് വയ്ക്കുക എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നു. വെള്ളിയാഴ്ച മാത്രം നോമ്പ് വയ്ക്കുന്നതാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നോമ്പ് അത് പാടില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഒരാളിങ്ങനെ നോമ്പ് വയ്ക്കുകയാണ്, അതെന്തേ വെള്ളിയാഴ്ച അല്ലേ, അത് പറ്റില്ല. അങ്ങനെ നോമ്പ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വെള്ളിയാഴ്ച ഒരു മുഹറം 10 വന്നു, വെള്ളിയാഴ്ച അറഫ നോമ്പ് വന്നു, വെള്ളിയാഴ്ച ഒരു താസു ആയ വന്നു, വെള്ളിയാഴ്ച ചൊവ്വാൽ 6 നോമ്പിൽപ്പെട്ട ദിവസം വന്നു, അതിന് പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. വെള്ളി അല്ലെങ്കിൽ ശനി അത് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ആ ഹദീസിൻ്റെ ബാഹ്യത്വം എടുത്തുകൊണ്ട് ചിലരൊക്കെ പറഞ്ഞു വെള്ളിയാഴ്ച എങ്ങനത്തെ നോമ്പ് നാളെ നോക്കാൻ പാടില്ല. അത് ഒരു ഇൽമിയായ രീതിയല്ല. ആ പണ്ഡിതന്മാരൊന്നും ഒരു പിന്നെ പിന്തുണ പഴയ കാലത്തിന് കാണാൻ കഴിയില്ല. ഇത് പ്രത്യേകം വെള്ളിയാഴ്ചക്ക് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പാണ് പറഞ്ഞത്. അതാണ് വിലക്ക്. നബി ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു നോമ്പുകാരിയാണ്. അപ്പം നബി ചോദിച്ചു എന്താ പറഞ്ഞത് നോമ്പ്? നബി വെള്ളിയാഴ്ച അല്ലേ അവിടെ നോറ്റതാണ്. ഇന്നലെ നോറ്റിന്ന് ചോദിച്ചു, ഇല്ല നോറ്റിട്ടില്ല. നാളെ നോക്കാൻ ഉദ്ദേശം ഉണ്ടോ ചോദിച്ചു, അതും ഇല്ല. എന്നാൽ മുറിച്ചാൾ പറഞ്ഞു. അതാണ് ഇതിൻ്റെ അസ്ലി. അതേപോലെ ശനിയാഴ്ചയും പറഞ്ഞിട്ടുണ്ട്, ശനി മാത്രമായിട്ട്. അപ്പം ഇതിൽ വന്ന മുൻഗാമികൾ എല്ലാ കൗലുകളും ജമ്മ ചെയ്തുകൊണ്ട് ഒരു ആധുനിക പണ്ഡിതൻ ഒരു കിതാബിന് എഴുതിയിട്ടുണ്ട്. അൽ ഖൗലു സബ്ത് ഫി ഇഫ്രാദി സോമി യൗമ സബ്ത് എന്ന പേര് ഒരു കിതാബിനുണ്ട്. ശനിയാഴ്ച മാത്രം നോമ്പ് നോക്കൽ, അതിലുള്ള ശരിയായ കൗൽ എന്താണ്? അപ്പം മുൻഗാമികൾ, സ്വഹാബികൾ, താബികൾ മുതലുള്ള ഒരുപാട് അഇമ്മത്തിൻ്റെ അഖ്വാലെല്ലാം കൊണ്ടുവന്നതെല്ലാം ജമ്മ ചെയ്ത അദ്ദേഹം എഴുതിയ കിതാബ് ഹമൂദുൻ നജ്ദി എന്നറിയപ്പെടുന്ന വലിയ ആലിം അദ്ദേഹം എഴുതിയ കിതാബാണ്. ചെറിയൊരു ഗ്രന്ഥമാണ്. ഇതിൽ മുൻഗാമികൾ മുഴുവൻ അഭിപ്രായങ്ങളും ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥിരപ്പെടുത്തിയൊക്കെ ഇങ്ങനത്തെ നോമ്പുകൾ വന്നാൽ അതിൽ നോൽക്കാം, ഒരു പ്രശ്നമില്ല. വെള്ളി മാത്രം ശനി മാത്രം എന്ന് പറഞ്ഞ പ്രത്യേക നോമ്പുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഇല്ല, നോൽക്കാൻ പാടില്ല എന്നേ നബി തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചുള്ളൂ. അതെ, അത് പറ്റില്ല. ഒരാൾ എല്ലാ വെള്ളിയാഴ്ച നോമ്പ് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ച നോമ്പ് വയ്ക്കുകയാണ്, അത് പറ്റില്ല. എന്നാൽ ഇങ്ങനത്തെ നോമ്പുകളൊക്കെ വന്നത് ഏത് ദിവസമായാലും നമുക്കത് നോൽക്കാം, അതിന് വിരോധമില്ല. അല്ലാഹു അഅലം.